ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ക്ലാസ്സിലെ ചാപ്റ്റർ 6 റിഡോക്സ് റിയാക്ഷനകത്തെ എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനകത്ത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ബൈഹാർട്ടായിട്ട് കുറച്ച് ഇതിൻ്റെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ മെറ്റലിലെ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്മൾ കുറച്ച് ബൈഹാർട്ടായിട്ട് വെക്കുക. ചില എല്ലാ കേസുകളിലും അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. ചില കേസുകളിൽ മാത്രം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസമായിരിക്കും. അതിപ്പോൾ ഈ ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ MnO2ൻ്റെയും KMnO4ൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ MnO2ൻ്റെ അകത്ത് നമുക്ക് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് -2 ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ സോഡിയം +1 ആണെന്നും പൊട്ടാസ്യത്തിൻ്റെ -1 ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഓക്സിജൻ്റെ -2 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ MnO2 ഫസ്റ്റ് കേസ് എടുക്കുന്നു. MnO2ൻ്റെ അകത്ത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ നമ്മൾ MnO2 ഈ കോമ്പൗണ്ടിന് നമ്മളൊരു ഇക്വേഷൻ്റെ ഫോമിലോട്ട് എഴുതുക. Mn എന്ന് പറയുന്നത് X ആയിട്ടും O എന്ന് പറയുന്നത് Y ആയിട്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ ഇക്വേഷൻ X + Y = 0 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന് മേളിൽ വല്ലോ ചാർജോ വല്ലോ ഉണ്ടെങ്കിൽ മാത്രം ആ 0യുടെ അവിടെ ആ ചാർജ് എത്രയാണോ അത് ഇട്ട് കൊടുക്കുക. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം X + Y = 0 എന്ന് കൊടുക്കുക. X എന്ന് പറയുന്നത് Mn ആണെന്നും Y എന്ന് പറയുന്നത് ഓക്സിജൻ ആണെന്നും നമുക്കറിയാം. അപ്പോൾ Xന്റെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. Yയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഓക്സിജന്റെ -2 ആണ്. ആ -2 എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × -2 എന്ന് പറയുന്നത് -4 ആണ്, = 0. അപ്പം X എന്ത് വരും? ഈ -4 സമത്തിന്റെ അപ്പുറേ പോയി കഴിഞ്ഞാൽ +4 ആകും അല്ലേ? +4. അപ്പൊ നമ്മുടെ Mnന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് Mn എന്ന് പറയുന്നത് X അല്ലേ? Mnന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +4 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് KMnO4ന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് KMnO4 നമുക്ക് ഇത് MnO2 ആയിരുന്നപ്പം X ഉം Y ഉം ഉള്ളൂ. KMnO4നകത്ത് നമുക്ക് X, Y, Z അങ്ങനെ 3 ടേംസ് ഉണ്ട്. X, Y, Z. X എന്ന് പറയുന്നത് Kയും Y എന്ന് പറയുന്നത് Mനും Z എന്ന് പറയുന്നത് ഓക്സിജനും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? X + Y + Z = 0. X + Y + Z = 0. അപ്പം X എന്ന് പറയുന്നത് നമുക്ക് K ആണെന്ന് പറയാം. പൊട്ടാസ്യത്തിന് നമ്മൾ പറഞ്ഞു ചില കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം പൊട്ടാസ്യത്തിന് ഏതാ വരുന്നത്? +1. ഓക്കെ, Y എന്ന് പറയുന്നത് Mn ആണ്. Mn നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് Y എന്ന് കൊടുത്തു അല്ലേ? Z എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നമുക്ക് ഓൾറെഡി അറിയാം, -2 ആണ്. 4 ഓക്സിജൻ ഉണ്ടെങ്കിൽ എത്ര വരും? -8 വരും. ഓക്കെ, അപ്പം -8 = 0. ഇനി ഈ +1 ഉം -8 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. ഇതിന്റെ അകത്ത് +8ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 7 ആണ്. വലുതിന്റെ ചിഹ്നം -7 ആണ് അല്ലെ? മൈനസ് ആണല്ലോ. അപ്പം -7 ആണ്. -7 + Y = 0 എന്ന് കൊടുക്കുക. അപ്പോൾ Y = സമത്തിന്റെ അപ്പുറം പോകുമ്പോഴത്തേനും നമുക്ക് +7 എന്ന് കിട്ടും. ആ Y എന്ന് പറയുന്നത് Mn ആണ്. Mn = +7. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം ഇതിന്റെ MnO2ന്റെയും KMnO4ന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.